തിരുവനന്തപുരം ചിറയൻകീഴിൽ 77 വയസ്സുകാരി വസന്ത അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഗുരുതര അനാസ്ഥ. മരണകാരണം ആരോഗ്യവകുപ്പ് ബന്ധുക്കളിൽ നിന്ന് മറച്ചുവെച്ചു. പരിശോധനാ ഫലത്തിലും തെറ്റിദ്ധരിപ്പിച്ചു. രോഗം പോസിറ്റീവാണ് എന്ന കാര്യം അറിയിച്ചില്ല എന്ന് ബന്ധുക്കൾ ആരോപിച്ചു. 50 ദിവസത്തോളം വസന്ത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അമ്മയെ 60 ദിവസങ്ങൾക്ക് മുമ്പാണ് അമ്മയ്ക്ക് വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങൾ, അതുപോലെ തന്നെ അതിനുശേഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം ന്യൂമോണിയ അടക്കമുള്ള അസുഖം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ നാളിതുവരെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതായിട്ട് ആശുപത്രി അധികൃതരുടെ ഇടയിൽ നിന്നോ ഡോക്ടർമാരോ ഒരു തവണ പോലും ബന്ധുക്കളോടോ മക്കളോടോ വിവരം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വിവരം അറിയുന്നത് തന്നെ ഇന്നലെ മരണപ്പെട്ടതിന് ശേഷം ബോഡി ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം മാത്രമാണ് മാധ്യമങ്ങളോട് വാർത്ത അറിയുന്നത്. മാധ്യമങ്ങളിലൂടെയാണ് ആദ്യമായിട്ട് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് നിങ്ങൾ അറിയുന്നത്? അതെ, ഞങ്ങൾ ബന്ധുക്കളടക്കം അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. ഒരു 11 മണിയോടുകൂടി പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ സംശയം ദൂരീകരിക്കാൻ വേണ്ടി ഈ ഇവിടുത്തെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെ മെഡിക്കൽ ഓഫീസറെ വിളിക്കുമ്പോഴത്തേക്കാണ് അത് സ്ഥിരീകരിച്ച് പറയുന്നത്. അതല്ലാതെ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് ഡോക്ടർമാർ ഒരു സമയത്ത് പോലും ഇത് പോസിറ്റീവായി സ്ഥിരീകരിച്ചതായിട്ട് മക്കളോടോ ബന്ധുക്കളോടോ പോലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചോദിച്ചിരുന്നു? മകളും മരുമകളും മരണശേഷം പോലും അവർ എന്താണ് മരണകാരണമെന്ന് ഡോക്ടർമാരോട് കൃത്യമായി ചോദിച്ചിരുന്നു. അപ്പോൾ പോലും വാർദ്ധക്യ സംബന്ധമായ അസുഖം മൂലം മരിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ ഈ അമീബിക് ആണെന്നുള്ള വിവരം ബന്ധുക്കളിൽ നിന്ന് ബോധപൂർവ്വം മറച്ചു വെച്ചു. ഇവിടെ ബന്ധുക്കളോടും മക്കളോടും അടക്കം അവർ ഇത്രയും നാളും കള്ളമാണ് പറഞ്ഞത്. ഇനി അങ്ങനെ പോസിറ്റീവ് ആണെങ്കിൽ പോലും ഇതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്തണം. എവിടെ നിന്നും രോഗം ബാധിച്ചു എന്നുള്ളതാണ് നിങ്ങൾ കരുതുന്നത്? നമ്മൾ കരുതുന്നത് 50 ദിവസമായിട്ട് ആശുപത്രിയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്നല്ലാതെ വേറെ ഒരു കാരണവശാലും വരാൻ ചാൻസ് ഇല്ല. ചൂടുവെള്ളം മാത്രമേ അവർ കുടിക്കത്തുള്ളൂ. ചൂടുവെള്ളത്തിലേ കുടിക്കത്തുള്ളൂ. ഈ വിവരം പുറത്തു വന്നതിന് പിന്നാലെ നാട്ടുകാരുടെ ഒരു ആശങ്ക എങ്ങനെ? നാട്ടുകാർ പലരും മരണത്തിൽ വന്നിട്ട് റോഡിൽ നിൽക്കുകയാണ് ചെയ്തത്. അകത്തോട്ട് ആരും വരുന്നില്ല.